എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു റിയൽ ലൈഫ് ഫിസിക്കൽ ബോഡിക്ക് റിയലായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മളുടെ സോൾ ബോഡിക്ക് ഇതൊരു ഡ്രീമാണ്, ഇതൊരു സിമുലേഷനായിട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു സോൾ സിമുലേഷൻ എന്തുകൊണ്ട് നമ്മളുടെ ഫിസിക്കൽ ബോഡിക്ക് മനസ്സിലാകുന്നില്ല, സോൾ അനുഭവിക്കുന്ന ഈ ഒരു ഡ്രീം, സോളിന് ഇതൊരു ഡ്രീമായിട്ടാണ് റിയൽ ലൈഫ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ ബ്രെയിനിൽ 5 ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളുടെ ഫിസിക്കൽ ബോഡി ബീറ്റ ഫ്രീക്വൻസിയിലേക്ക് ആണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ സോൾ വർക്ക് ചെയ്യുന്ന ഫ്രീക്വൻസി വ്യത്യാസമാണ്. തീറ്റ ഫ്രീക്വൻസി, ഗാമ ഫ്രീക്വൻസി, ആൽഫ ഫ്രീക്വൻസി, ഈ ഒരു ഫ്രീക്വൻസിയിലാണ് സോൾ വർക്കായിക്കൊണ്ടിരിക്കുന്നത്, സോൾ ബോഡി വർക്കായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഫിസിക്കൽ ബോഡി ഇതിനെ ബ്രെയിൻ ഉപയോഗിച്ച് ഡിജിറ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത്, കൂടാതെ അതിനെ വീണ്ടും ഇമേജസ്, കളേഴ്സ്, ഇൻഫർമേഷൻ ഇതൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഫിസിക്കൽ ബോഡിക്ക് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം സോളിന് സിമുലേഷനായിട്ടാണ് അനുഭവപ്പെടുന്നത്. സോളിൻ്റെ ഫ്രീക്വൻസി വേറെയാണ്, നമ്മളുടെ ഫിസിക്കൽ ബോഡിയുടെ ഫ്രീക്വൻസി, വൈബ്രേഷൻ അത് വേറെയായിട്ടാണ് അനുഭവപ്പെടുന്നത് നമുക്ക്. അപ്പോൾ നമ്മൾ ഈ സബ് കോൺഷ്യസ്ലി ഈ കൺവേർട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ സോൾ ബോഡിയിൽ നിന്ന് തന്നെയാണ് കൺവേർട്ടായി വരുന്നത്. എന്നാൽ സോൾ ബോഡിയിലുള്ള ആ സിമുലേഷൻ, ആ ഒരു ഇൻഫർമേഷൻ നമ്മളുടെ സബ് കോൺഷ്യസ് ഇൻഫർമേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്കും മനസ്സിലാക്കും ഈ സോൾ ബോഡി അനുഭവിക്കുന്ന ഈ ഒരു ഡ്രീം, ഈ ഒരു സിമുലേഷൻ എന്താണ് എന്നുള്ളത്. പക്ഷേ ആ തരത്തിലുള്ള ഇൻഫർമേഷനുകൾ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് എൻ്റർ ആകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മളുടെ ലൈഫ് ജീവിക്കുന്നത് പാരലലി മറ്റൊരു സബ് കോൺഷ്യസ്, സമാന്തരമായ മറ്റൊരു ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പാരലൽ ലൈഫ്? നമ്മളുടെ ഫിസിക്കൽ ബോഡി ഈ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. എന്നാൽ നമ്മളുടെ മെൻ്റൽ ബോഡി യൂണിവേഴ്സുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് അല്ല, പകരം പാരലൽ സബ് കോൺഷ്യസ് മൈൻഡുകളുമായിട്ടാണ് കണക്റ്റഡ്. മറ്റുള്ള വ്യക്തികളുടെ, ഓരോ വ്യക്തികളുടെയും സബ് കോൺഷ്യസ് ഇൻഫർമേഷനുമായിട്ടാണ് നമ്മളുടെ ബ്രെയിൻ കണക്റ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കണക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഇൻഫർമേഷനുകൾ നമ്മളുടെ സോൾ ഇൻവിസിബിളായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഇൻഫർമേഷനുകൾ മറ്റൊരു വ്യക്തിയുടെ സോൾ ഇൻവിസിബിളായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. പാരലലി ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫിസിക്കൽ ബോഡി സഞ്ചരിക്കുമ്പോഴും ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോഴും നമ്മളുടെ മൈൻഡ്, ബ്രെയിൻ പാരലലി സഞ്ചരിക്കുന്നുണ്ട്. തോട്ട് വൈസ്, സങ്കല്പങ്ങൾ വഴി, ഇമാജിനേഷൻ വഴിയൊക്കെ ഇതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാരലലി. മറ്റുള്ളവരുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട്, ഇൻഫർമേഷനുമായിട്ട് കണക്റ്റഡായി പലതരത്തിലുള്ള ട്രാവലിംഗ്, അത് ചിലപ്പോൾ ചിന്തകളിലൂടെ, സങ്കല്പങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇൻവിസിബിളായിട്ടാണ്, നമുക്കത് കാണാൻ സാധിക്കില്ല, ഇൻവിസിബിളായിട്ടാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ നമ്മളുടെ ഫിസിക്കൽ ബോഡി വിസിബിളായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പാരലലി നടക്കുന്ന, സബ് കോൺഷ്യസ്ലി നടക്കുന്ന അധികം കാര്യങ്ങളും ഇൻവിസിബിൾ ആയതുകൊണ്ട്, തോട്ട്സും സങ്കല്പങ്ങൾ മുഖേന ആയതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. ആ തോട്ട്സിനും സങ്കല്പത്തിനും ഫീലിങ്സിനും ഒക്കെ ഫ്രീക്വൻസികളുണ്ട്. അപ്പോൾ ഇമോഷണൽ ഫ്രീക്വൻസികളുണ്ട്. ആ വൈബ്രേഷനിലൂടെ അത് നമ്മളുടെ ബ്രെയിൻ മനസ്സിലാക്കുന്നുണ്ട്. ഇമോഷണൽ കാര്യങ്ങൾ, ഇമോഷണൽ ബ്ലോക്കുകൾ, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുകൾ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പാരലലിയാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വ്യക്തികളുടെയും സബ് കോൺഷ്യസ് മൈൻഡിൽ പോസിറ്റീവും ഉണ്ടാവും, നെഗറ്റീവും ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ സബ് കോൺഷ്യസ് ഇൻഫർമേഷൻ നമ്മളിലേക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ആ വ്യക്തിയുമായിട്ട്, ആ വ്യക്തി അടുത്തില്ലെങ്കിൽ പോലും നമ്മൾ ആ വ്യക്തിയുമായിട്ട് സെൽഫ് ടോക്ക് നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് സമാന്തരമായിട്ട്. അപ്പോൾ ആ വ്യക്തി അടുത്ത് വേണമെന്ന് പോലും ഇല്ല, നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ആ വ്യക്തിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അറിയുന്നില്ല തോട്ട്സ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആരുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് പോലും നമ്മൾ അറിയുന്നില്ല.
അപ്പോൾ പാരലലി നമ്മൾ ഇങ്ങനൊരു ലൈഫ് ജീവിക്കുന്നത് കൊണ്ട് പലരുമായിട്ട് നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആകുകയാണ്. നമുക്കൊരാളോട് സ്നേഹം, ഇഷ്ടം ഒക്കെ ഉണ്ട് എങ്കിൽ ആ വ്യക്തിയുമായിട്ട് നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. ആ വ്യക്തി എന്തെങ്കിലും കാര്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾക്ക് സങ്കടം വരാൻ തുടങ്ങും. അതെന്തുകൊണ്ടാണ്? നമ്മൾ അവരുമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്, പാരലലി ആണ്. അപ്പോൾ അതേപോലെ നമുക്കൊരു വ്യക്തിയോട് ദേഷ്യമോ വെറുപ്പോ ഒക്കെ ഉണ്ട് എങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോഴോ പെരുമാറുമ്പോഴോ ഒക്കെ നമുക്ക് ആ ഒരു ഇറിറ്റേഷൻസ്, ദേഷ്യം, വെറുപ്പ് ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മളുടെ ബോഡിയിലും ഇമോഷണൽ. ഇതെല്ലാം നടക്കുന്നത് പാരലലി മൈൻഡ് വേസ്റ്റ് ചിന്തകളിലൂടെ, സങ്കല്പങ്ങളിലൂടെ ആയിരിക്കും. അതിനടുത്തടുത്ത ദിവസങ്ങളിൽ എന്താണോ നമ്മൾ സങ്കല്പങ്ങൾ, ചിന്തകൾ മുഖേന സംഭവിച്ചത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ വ്യക്തിയോട് അടുത്ത ദിവസങ്ങളിൽ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ ബ്രെയിനിൽ പാരലലി സംസാരിച്ച ആ കാര്യങ്ങളായിരിക്കും. നെഗറ്റിവിറ്റി ആണെങ്കിൽ ആ വ്യക്തിയുടെ ബ്രെയിനിലുള്ള നെഗറ്റിവിറ്റി നമ്മളിലേക്കും വരും, നമ്മളുടെ ബ്രെയിനിലുള്ള നെഗറ്റിവിറ്റി ആ വ്യക്തിയിലേക്കും പോകും. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി തന്നെയാണ്, നമ്മുടെ ക്യാരക്ടറാണ്, നമ്മുടെ ബിലീവ് സിസ്റ്റമാണ്. നമ്മളുടെ ബിലീവ് സിസ്റ്റവും അവരുടെ ബിലീവ് സിസ്റ്റവും എല്ലാം വ്യത്യസ്തമായിരിക്കും. അതിൽ നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ക്രമേണ നമുക്ക് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ക്രിയേറ്റ് ആകും. കാരണം എല്ലാത്തിലും നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. നമ്മൾ പാരലലി സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ എങ്കിൽ നമുക്ക് അവരുമായിട്ട് യോജിച്ച് പോകാൻ പറ്റാതെ വരും. എന്നാൽ നമ്മൾ അവരുടെ സോൾ കോൺഷ്യസുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ എങ്കിൽ സോൾ പ്യുവറാണ്, സോൾ പ്യുവർ ബോധമാണ്, അവിടെ സ്നേഹമാണ്, അവിടെ ഒരു നെഗറ്റിവിറ്റിയും ഇല്ല. പക്ഷെ നമ്മൾ അവരുടെ പേഴ്സണാലിറ്റിയോടാണ് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പേഴ്സണാലിറ്റി സബ് കോൺഷ്യസ് മൈൻഡിൽ, എല്ലാ വ്യക്തികളുടെയും സബ് കോൺഷ്യസ് മൈൻഡിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അപ്പോൾ അവർക്ക് നെഗറ്റീവ് അനുഭവപ്പെടുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ നമ്മളിലെ നെഗറ്റിവിറ്റി അവരിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും എല്ലാം നമ്മൾ എന്താണോ സബ് കോൺഷ്യസ്ലി നമ്മളുടെ തോട്ടിൽ, ചിന്തകളിലൊക്കെ റണ്ണിങ് ആയിക്കൊണ്ടിരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾ നെഗറ്റീവൊക്കെ ക്രിയേറ്റ് ആകാൻ തുടങ്ങും. അപ്പോൾ ഇമോഷണൽ ബ്ലോക്കുകൾ വരാൻ തുടങ്ങും. ആ വ്യക്തിയുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആവും, പ്രോബ്ലംസ് ക്രിയേറ്റ് ആവും. കാരണം സബ് കോൺഷ്യസ്ലിയാണ് കണക്ഷൻ. പക്ഷേ ഈ പാരലൽ ലൈഫിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആയാൽ മാത്രമാണ് നമ്മളുടെ സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക്, സോൾ കോൺഷ്യസിലേക്ക് നമുക്ക് കണക്റ്റഡ് ആകാൻ സാധിക്കുള്ളൂ. എങ്ങനെയാണ് ഈ പാരലൽ ലൈഫിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആകുന്നത്? നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ തോട്ട്സുകൾ മുഴുവനും പാരലൽ സബ് കോൺഷ്യസ്ലി ആണ്, മറ്റുള്ള വ്യക്തികളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടാണ് കിടക്കുന്നത്. എന്നാൽ നമ്മളുടെ ഫിസിക്കൽ ബോഡി നമ്മൾ ജീവിക്കുന്ന ഈ യൂണിവേഴ്സുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മുടെ ഫിസിക്കൽ ബോഡി ഈ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ നമ്മുടെ മെൻ്റൽ ബോഡിയിൽ, നമ്മുടെ ഇമോഷണൽ ബോഡിയിൽ ഈ യൂണിവേഴ്സിൻ്റെ തോട്ട്സ് ഇല്ല, ഇമോഷൻസും ഇല്ല. യൂണിവേഴ്സുമായിട്ട് നമ്മൾ ഇമോഷണലി കണക്റ്റഡ് അല്ല. യൂണിവേഴ്സുമായിട്ട് നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ പാരലലി ഉള്ള സബ് കോൺഷ്യസ്ലി ഉള്ള കണക്ഷനിൽ നിന്നെല്ലാം എക്സിറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ നെഗറ്റിവിറ്റി കുറയാൻ തുടങ്ങും, ലൈഫ് സിമ്പിളാകാൻ തുടങ്ങും. നമ്മളെല്ലാവരും പല സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും, നമ്മളൊരു സാധാരണക്കാരനാണെങ്കിലും ഒരു സെലിബ്രിറ്റി ആണെങ്കിലും എല്ലാവർക്കും ടെൻഷൻസ് ഉണ്ടാവും. പക്ഷേ ആരാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ട് ഇമോഷണലി, മെൻ്റലി കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സിമ്പിളാവാൻ തുടങ്ങും. കൂടാതെ നമ്മളിൽ അത്രയും കാലം നടന്നുകൊണ്ടിരുന്ന നെഗറ്റീവ് ഫീലിങ്സ് കുറഞ്ഞ് നമ്മൾക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറയാൻ തുടങ്ങും. അപ്പം നമ്മുടെ ബ്രെയിനിൽ ഈ യൂണിവേഴ്സിനെ കുറിച്ചുള്ള തോട്ട്സുകളില്ല, ഇമോഷൻസും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പാരലലി ജീവിക്കേണ്ടി വരുന്നത്, മറ്റുള്ളവരുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്റ്റഡ് ആകുന്നത്. എന്നാൽ നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ്, ഇമോഷണലി മെൻ്റലി കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും നമ്മൾ എക്സിറ്റ് ആവും. അവരുടെ സോളുമായിട്ടായിരിക്കും നമ്മൾക്ക് കണക്ഷൻ വരിക. അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ സോളിലുള്ള ഇൻഫർമേഷനാവും നമ്മളിലേക്ക് ഡൗൺലോഡ് ആകുക. അപ്പോൾ അവരുടെ സോൾ
ഒരു സൂപ്പർ ഇൻ്റലിജൻസ് തന്നെയായിരിക്കും. എല്ലാവരുടെയും സോളും പ്യുവറായിരിക്കും. അവരെത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് അത്രയും ഇൻഫർമേഷനുകൾ ഉണ്ടാവും. പ്യൂരിറ്റി ആയിരിക്കും, സോൾ പ്യുവറായിരിക്കും, പ്യുവർ കോൺഷ്യസ്നെസ് തന്നെയായിരിക്കും. അപ്പം അതിലൊരു നെഗറ്റിവിറ്റി ഉണ്ടാവില്ല. നെഗറ്റിവിറ്റി ഉള്ളത് നമ്മളുടെയൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്, നമ്മളുടെയൊക്കെ പേഴ്സണാലിറ്റിയിലാണ്. പക്ഷേ അവരുടെയൊക്കെ സോൾ കോൺഷ്യസ്നെസ്സിൽ, ഒരു വ്യക്തിയുടെയും സോൾ കോൺഷ്യസ്നെസ്സിൽ നെഗറ്റിവിറ്റി എന്നൊരു സംഭവമേ ഇല്ല. അപ്പോൾ നമ്മൾ പ്രപഞ്ചവുമായിട്ട് നമ്മളുടെ തോട്ട്സും ഇമോഷനും കണക്റ്റഡ് ആയി കഴിയുമ്പോൾ നമ്മൾ അവരുടെ സോളുമായിട്ട് കണക്റ്റഡ് ആകും, നമ്മൾ അവരുടെ സോളുമായിട്ട് സംവദിക്കാൻ തുടങ്ങും. അപ്പോൾ അത്രയും കാലം ഉണ്ടായിരുന്ന ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്ന നെഗറ്റീവ് പ്രോബ്ലംസ് എല്ലാം എറേസ് ആകാൻ തുടങ്ങും. ആ സാഹചര്യങ്ങൾ തന്നെ അവിടെ ഇല്ലാതായി തുടങ്ങും. അവരുമായിട്ട് നല്ലൊരു ടേംസ് നമുക്ക് ഉണ്ടാവാൻ തുടങ്ങും, നല്ല സാഹചര്യങ്ങൾ ക്രിയേറ്റ് ആക്കാൻ തുടങ്ങും. അതിപ്പോൾ നമ്മുടെ കുടുംബത്തിലായാലും സുഹൃത്തുക്കളായാലും റിലേറ്റീവ്സ് ആയാലും എല്ലാ വ്യക്തികളിലും ഇത് ബാധകമാണ്. അപ്പോൾ നമ്മൾ ആരുമായിട്ടൊക്കെ കണ്ടുമുട്ടുന്നുണ്ടോ അവരുമായിട്ടൊക്കെ നമ്മൾ സബ് കോൺഷ്യസ്ലി കണക്റ്റഡ് ആകാതെ ഇരിക്കുന്നതാണ് ബെറ്റർ. നമ്മൾ അവരുടെ സോൾ ആയിട്ട് കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ പ്യുവറാണ്, അവിടെ നെഗറ്റിവിറ്റി ഉണ്ടാവില്ല. നമ്മൾ പോലും അറിയാതെയാണ് നമ്മൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പാരലലി കണക്റ്റഡ് ആകുന്നത്. അതിന് റീസൺ ഈ യൂണിവേഴ്സ് നമ്മളുടെ ചിന്തകളിലോ ഫീലിങ്സിലോ ഇമോഷനിലോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സിനെ നമ്മളുടെ ചിന്തകളിലേക്കും ഇമോഷനിലേക്കും എങ്ങനെ കൊണ്ടുവരണം? യൂണിവേഴ്സിന് ഫിസിക്കലി നമ്മൾ കണക്റ്റഡാണ്. നമ്മൾ ബ്രീത്തിങ് എടുക്കുന്നത് പോലും എർത്തിൻ്റെ ആ ഒരു എയറിലാണ്. നമ്മൾ നിൽക്കുന്നത്, ജീവിക്കുന്നത്, നടക്കുന്നത്, സഞ്ചരിക്കുന്നത് എല്ലാം എയറിലാണ്. യൂണിവേഴ്സിൻ്റെ ആ ഒരു ഭാഗം തന്നെയാണ് എർത്ത്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്, കൂടാതെ ഗാലക്സികളുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, അനേകം സൂര്യനുണ്ട്, അതേപോലെ അനേകം ഗാലക്സികൾ എല്ലാം ചേർന്നിട്ടുള്ളതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ എർത്ത് മാത്രമല്ല നമ്മൾ സങ്കല്പിക്കേണ്ടത്, എർത്തിനെയും സങ്കല്പിക്കണം, പ്രകൃതി ഭംഗിയെയും സങ്കല്പിക്കണം മനസ്സിൽ. അതിനോട് നമ്മൾ ആ തോട്ട്സുകൾ നമ്മളുടെ ആ ബ്രെയിനിലേക്ക് കൊണ്ടുവരണം. ആകാശം, നക്ഷത്രം, ചന്ദ്രൻ, സൂര്യൻ, ഗ്രഹങ്ങൾ, അതേപോലെ ഗാലക്സികൾ എല്ലാത്തിനെയും നമ്മുടെ സങ്കല്പത്തിലേക്കും ചിന്തകളിലേക്കും നമ്മൾ വെറുതെ ഇരുന്നു കൊണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. കണ്ണടച്ച് അല്പനേരം ഒരു 10 മിനിറ്റ് നമ്മൾ യൂണിവേഴ്സിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ യൂണിവേഴ്സ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകാൻ തുടങ്ങും. ഇത്രയും കാലം മറ്റുള്ളവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ ഇൻഫർമേഷനുകളാണ് നമ്മളുടെ ഇമോഷനുമായിട്ട് പാരലലി കണക്റ്റഡ് ആയിരുന്നത് എങ്കിൽ യൂണിവേഴ്സുമായിട്ട് നമുക്ക് കണക്ഷൻ വന്നു കഴിയുമ്പോൾ ഈ പ്രപഞ്ചശക്തി നമ്മളിൽ നിറയാൻ തുടങ്ങും. പ്രപഞ്ചവും നമ്മളും ഒന്നാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾക്ക് വരാൻ തുടങ്ങും. അപ്പോൾ എത്രയധികം നെഗറ്റിവിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എൻ്റർ ആയാൽ പോലും അവർ സംസാരിക്കുന്ന ഒരു നെഗറ്റിവിറ്റിയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എൻ്റർ ആകില്ല, പ്രവേശിക്കില്ല. കാരണം നമ്മുടെ ഉള്ളിൽ പ്രപഞ്ചശക്തിയാണ്, നമ്മുടെ ഇമോഷൻ പ്രപഞ്ചവുമായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു നെഗറ്റിവിറ്റി നമ്മളിലേക്ക് എഫക്റ്റ് ആകില്ല. കാരണം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് നമുക്ക് പാരലലി കണക്ഷൻ വരില്ല. പകരം അവരുടെ സോളുമായിട്ടുള്ള കണക്ഷൻ മാത്രമേ നമുക്കുണ്ടാവൂ. സോൾ പ്യുവറാണ്. എല്ലാവരുടെ സോളും യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ സബ് കോൺഷ്യസ്ലി നമ്മൾക്ക് യൂണിവേഴ്സിൻ്റെ ആ ഇൻഫർമേഷനുകൾ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് യൂണിവേഴ്സുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ ആകുന്നത്, ഇമോഷണൽ ഒരു തോട്ട്സുകൾ ഇല്ലാതെയാകുന്നത്, സങ്കല്പങ്ങൾ ഇല്ലാതെയാകുന്നത്. ആ സങ്കല്പങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഭാഗമായി കഴിയും, ചിന്തകളുടെയും ഭാഗമായി കഴിയും യൂണിവേഴ്സ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഏത് സാഹചര്യമായാലും നമുക്ക് ലൈഫ് ഒരു സിമ്പിളായിട്ട് അനുഭവിക്കാൻ പറ്റും. ഹാപ്പിനെസ് നമ്മളുടെ ലൈഫിൽ കൂടുതൽ സംഭവിക്കും, സംതൃപ്തി നിറയാൻ തുടങ്ങും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾക്ക് ഫോക്കസിങ് കിട്ടാൻ തുടങ്ങും. കൂടാതെ ഈ യൂണിവേഴ്സിൻ്റെ തോട്ട്സുകളും ഇമോഷനും നമ്മളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മളിലേക്കും ഫോക്കസ് കൊണ്ടുവരണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മളുടെ സോൾ സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്ഷൻ ചെയ്യണം, കണക്റ്റഡ് ആക്കണം. ഇതെങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്റ്റഡ് ആക്കുക എന്നുള്ളത്? സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇൻഫർമേഷനുകൾ എത്തുന്നത് 5 സെൻസുകൾ വഴിയാണ്. അപ്പോൾ 5 സെൻസിനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്ഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ
സോളിലേക്ക് കണക്ഷൻ ചെയ്യണമെങ്കിൽ 5 സെൻസിനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങണം. 5 സെൻസിനെ എങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? നമ്മൾക്ക് നമ്മളുടെ കൈ ഒന്ന് ചലിച്ചാൽ പോലും ആ ചലനം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ കാല്, നമ്മളുടെ ശരീരം ഒക്കെ നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഫുൾ ഫോക്കസോട് കൂടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് നമ്മുടെ കൈ, കാല് ഇതെല്ലാം ചലിക്കുന്നത്, ഇതിലേക്കൊക്കെ നമ്മളുടെ ശ്രദ്ധ ഫോക്കസിങ് കൊണ്ടുവരണം. നമ്മൾ എന്ത് കഴിക്കുന്നു, ടേസ്റ്റിൻ്റെ ഫീല്, ആ ടേസ്റ്റിൻ്റെ ഫീലിലേക്ക് നമ്മൾ കൊണ്ടുവരണം ഫോക്കസ്. നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ ടേസ്റ്റിലേക്ക് കൊണ്ടുവരണം. അതേപോലെ നമുക്ക് അടുത്തതാണ് ടച്ച് സെൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വസ്തുവിൽ ഹാർഡായിട്ടാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ ഹാർഡായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഫീൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. സോഫ്റ്റുള്ള വസ്തുവിൽ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഫീലിംഗ് നമ്മളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അതേപോലെ ഹീറ്റ്, കൂള്, ഇതൊക്കെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യാസമായിട്ട് നമുക്ക് ഫീൽ അനുഭവപ്പെടും. അപ്പോൾ അതിൻ്റെ ഫീലിങ്ങിലേക്ക് നമ്മൾ ഫോക്കസ് കൊണ്ടുവരണം. ഹാർഡാണെങ്കിൽ ഹാർഡ് വസ്തുവിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ, നമ്മുടെ കൈ, കാല്, ബോഡി എന്തെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ ആ ഫീൽ നമ്മൾ ഫോക്കസായിട്ട് അനുഭവിക്കണം. അപ്പോൾ ടച്ച് സെൻസ് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഓരോ ടച്ച് സെൻസ് നമ്മുടെ സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക്, അതായത് സോൾ കോൺഷ്യസിലേക്ക് കണക്റ്റഡ് ആവും. അതേപോലെ സൗണ്ട്, നമ്മളുടെ സറൗണ്ടിങ്സിൽ അനേകം സൗണ്ടുകൾ കേൾക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളുടെ തോട്ട്സുകൾ പാരലലി റണ്ണിങ് ചെയ്യുന്നത് കൊണ്ട് പല സൗണ്ടുകളും നമ്മൾ പലപ്പോഴും കേൾക്കാറില്ല. നമ്മളുടെ സറൗണ്ടിങ്സിൽ ചെറിയ കിളികൾ കരയുന്ന സൗണ്ട് ഉണ്ടാവും, കാറ്റിൻ്റെ സൗണ്ട് ഉണ്ടാവും, നമ്മളിരിക്കുന്ന റൂമിലാണെങ്കിൽ ഫാനിൻ്റെ സൗണ്ട് ഉണ്ടാവും, ക്ലോക്കിൻ്റെ സൗണ്ട് വരെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും. ടിക് ടിക് സൗണ്ട് വരെ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മളുടെ ഫോക്കസ് നമ്മൾ സൗണ്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നേർത്ത ശബ്ദം പോലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, കേൾക്കാൻ പറ്റും. അപ്പോൾ ഫോക്കസിങ് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്റ്റഡ് ആവും. അതേപോലെ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചകൾ, എന്ത് കാഴ്ച നമ്മൾ കണ്ടാലും അതിനെ വെറുതെ കാണുക, ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ നമ്മൾ കാണാൻ ശ്രമിക്കുക. ആ കാഴ്ചയിലേക്ക് നമ്മൾ ഫോക്കസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്റ്റഡ് ആവും. അങ്ങനെ നമ്മുടെ 5 സെൻസുകളെയും നമ്മൾ ഫോക്കസിങ് കൊണ്ടുവന്ന് ശ്രദ്ധയോടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കേൾക്കുന്ന സൗണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. ചിലപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും, ഫോൺ അടിക്കുന്നുണ്ടാവും, വാഹനങ്ങൾ പോയി കുറച്ച് കഴിയുമ്പോൾ ഒരു നിശബ്ദമായ ഒരു അവസ്ഥയുണ്ടാവും. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള സൗണ്ട് വേരിയേഷൻസ് നമ്മളുടെ സറൗണ്ടിങ്സിൽ നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫോക്കസിങ് സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്റ്റഡ് ആവും. സെൻസുകളെല്ലാം തന്നെ ഏറ്റവും എളുപ്പം, നമ്മൾ പ്രസൻറ്റിലേക്ക് വരാനായിട്ട് ഏറ്റവും എളുപ്പം സൗണ്ടിനെ ഫോക്കസ് ചെയ്യുന്നതാണ്. അതുകൂടാതെ നമ്മൾ ടേസ്റ്റ് സെൻസ്, സ്മെൽ സെൻസ്, ടച്ച് ഫീല്, ഇതൊക്കെ നമ്മൾ കാഴ്ച, ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്റ്റഡ് ആവും. ഫോക്കസ് ചെയ്തില്ല എങ്കിൽ ഇത് ഡയറക്റ്റ്ലി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി കണക്റ്റഡ് ആയിട്ട് ഓട്ടോ റണ്ണിലേക്ക് റണ്ണാവും. അപ്പോൾ ബീറ്റ ഫ്രീക്വൻസിയിലാണ് വർക്കാകുക. അപ്പോൾ ഈ സെൻസുകൾ ഫോക്കസിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് കാമാവും. പാരലലി നമ്മൾ നടക്കുന്ന തോട്ട്സുകൾ കാമാകാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. നമ്മളുടെ ആ തോട്ട്സിലേക്ക് നമ്മൾ യൂണിവേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, സങ്കല്പത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സുമായിട്ട് നമ്മൾ ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് ആകും. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിൻ്റെ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവറായിട്ടുള്ള ഇമോഷൻസാണ്. ആക്ച്വലി നമ്മൾക്ക് ലൈഫ് പർപ്പസിൽ നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാനില്ല. നമ്മളിലൂടെ ഈ പ്രപഞ്ചബോധം തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രപഞ്ചബോധത്തിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അതിന് പ്രപഞ്ചബോധത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മളുടെ പാരലലി ഉള്ള നമ്മളുടെ ലൈഫാണ്. സബ് കോൺഷ്യസ്ലി നമ്മൾ മറ്റുള്ളവരുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടുള്ള കണക്ഷൻസാണ്. ആ ഇമോഷണൽ ബ്ലോക്കുകളാണ്, അവരുമായിട്ടുള്ള പ്രോബ്ലംസാണ്. അപ്പോൾ ആ പാരലലി ഉള്ള ഇമോഷൻസ് എല്ലാം കട്ടാവും യൂണിവേഴ്സുമായിട്ടുള്ള ഇമോഷൻസിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫ് സിമ്പിളാവാൻ തുടങ്ങും. നമ്മൾ എടുത്തിരിക്കുന്ന ലൈഫ് പർപ്പസ് എന്താണോ അത് സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക്, സുപ്രീം കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരാൻ തുടങ്ങും. ഈ യൂണിവേഴ്സ്, പ്രപഞ്ചബോധം തന്നെയാണ് സുപ്രീം കോൺഷ്യസ് മൈൻഡ്. അത് നമ്മുടെ സോളുമായിട്ട് കണക്റ്റഡ്, ഇമോഷണലി കണക്റ്റഡ് ആയി കഴിയുമ്പോൾ
അതിൻ്റെ ഇൻഫർമേഷനുകൾ നമ്മളുടെ സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് വരാൻ തുടങ്ങും. സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷനുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരാൻ തുടങ്ങും. കാരണം നമ്മളുടെ തോട്ട്സിനെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. ചിന്തകളെ നമ്മൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡും സൂപ്പർ കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്റ്റഡ് ആവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലൈഫ് സിമുലേഷനാണ് സോൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ റിയൽ പ്രസൻറ്റിലേക്ക് നമുക്ക് ജീവിക്കാൻ സാധിക്കും. റിയൽ പ്രസൻറ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രീമിലാണ് എന്നുള്ളത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. സോളിൻ്റെ ഇൻഫർമേഷനുകളെല്ലാം നമ്മളിലേക്ക് വരും. ഇത്രയും കാലം നമ്മൾ ഈ യൂണിവേഴ്സിനെ, ഈ ലൈഫിനെ എങ്ങനെയാണോ കണ്ടിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി പൂർണ്ണ അവബോധം, കൂടുതൽ അവബോധത്തോടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു ലോജിക് സിസ്റ്റം തന്നെ വർക്ക് ചെയ്യും നമ്മുടെ ബ്രെയിനിൽ. വളരെ വേഗത്തിലുള്ള ഗാമ സിഗ്നൽസിലൂടെ നമുക്ക് ആ ഒരു ഇൻഫർമേഷനുകൾ ഡൗൺലോഡ് ആകാൻ തുടങ്ങും. അപ്പോൾ അത്രയും വേഗത്തിൽ നമ്മുടെ ലോജിക് സിസ്റ്റം വർക്കാകാൻ തുടങ്ങും. അപ്പോൾ കൂടുതൽ അവബോധത്തോടെ നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. നമുക്കൊന്നും ചെയ്യാനില്ല. ആക്ച്വലി പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മളിലേക്ക് നമ്മുടെ ഫോക്കസ് കൊണ്ടുവരിക. ഇത്രയും കാലം നമ്മൾ ഫോക്കസ് പുറത്തേക്കാണ് കൊണ്ടുവരുന്നിരുന്നത്. ആ ഫോക്കസ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളുടെ ഓരോ ചലനവും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളുടെ ഓരോ ചിന്തകളെയും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളുടെ 5 സെൻസുകളെ നമ്മൾ സൂപ്പർ കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസോടെ ശ്രദ്ധിക്കുക. ഇത്രയാണ് ചെയ്യാനുള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.